ഇന്ന് ദീൻ ദയാൽ ഉപാധ്യായ എന്ന മഹാമനീഷിയുടെ അവതാരപ്പിറവിയുടെ 108-ാം വയസ്സാണ്. ഏകാത്മ മാനവദർശനം അഥവാ ഇൻ്റഗ്രൽ ഹ്യൂമനിസം എന്ന ഭാരതീയ സാമൂഹിക കാഴ്ചപ്പാടുകൾക്ക് ഊടും പാവും നെയ്ത ദീൻ ദയാൽ ഉപാധ്യായ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ അളവറ്റതാണ്. RSS പ്രചാരകനായി കടന്നുവന്ന് പിന്നീട് ജനസംഘം എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയ ദീൻ ദയാലിൻ്റെ ജീവിതം സമാജത്തിന് വേണ്ടി മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം അന്ത്യോദയ ദിനമായിട്ടാണ് രാജ്യം ആചരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിൽ 1916 സെപ്റ്റംബർ 25 ജനിച്ച ദീനദയാൽ ഉപാധ്യായ തന്റെ ബിരുദ പഠനത്തിന് ശേഷം RSS പ്രചാരകനായി രാഷ്ട്രസേവനത്തിന് ഇറങ്ങുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ജനസംഘം എന്ന മഹാപ്രസ്ഥാനം സ്ഥാപിച്ചതും ജന്മനിയോഗം തന്നെ. വ്യക്തികൾ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ പോലെയാണ്. അവ കൂടിച്ചേർന്ന് അവയവങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ മനുഷ്യർ കൂടിച്ചേർന്ന് സമാജത്തിൽ വ്യത്യസ്ത വ്യവസ്ഥിതികൾ ഉണ്ടാക്കുന്നുവെന്ന് ഉദ്ഘോഷിച്ച് ഏകാത്മ മാനവദർശനം എന്ന ചിന്താധാര ഭാരതീയർക്ക് പകർന്നു നൽകിയ ഋഷീശ്വരനായിരുന്നു ദീനദയാൽ ഉപാധ്യായ. സ്വാതന്ത്ര്യാനന്തരം ഒരു ദേശീയ കക്ഷി ആരംഭിക്കാനുള്ള ശ്യാമപ്രസാദ് മുഖർജിയുടെ ചിന്തകൾക്ക് വെളിച്ചം പകർന്നതും ദീനദയാൽ തന്നെയാണ്. RSS സർസംഘചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവോൾക്കർ എന്ന ഗുരുജിയാണ് ദീനദയാൽ ഉപാധ്യായെ ആ പാതയിലേക്ക് നയിച്ചത്. ഉന്നത ചിന്തകൾ കൊണ്ട് ലളിതമായ ജീവിതം നയിച്ച ദീനദയാൽ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോയിട്ടില്ല. 1958 അദ്ദേഹം ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി. 1967 കോഴിക്കോട് നടന്ന ദേശീയ സമ്മേളനത്തിലാണ് ദീനദയാൽ ഉപാധ്യായ ജനസംഘത്തിന്റെ ദേശീയ അധ്യക്ഷനാവുന്നത്. പിന്നീട് ജനസംഘത്തിന്റെ പൂർണ്ണമായ വളർച്ച കാണാൻ ദീനദയാലിനായില്ല. ഈ ജനസംഘമാണ് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയായി മാറിയത്. 1968 അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയെങ്കിലും ആ ദുരൂഹതകൾ ഇന്നും ബാക്കിയാണ്. ജനം, ഡൽഹി.